വളരെ നാളുകളായി ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ചെറിയ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അതായത് ഒരു ഉച്ചയൂണിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ചോറ് ഒക്കെ കഴിച്ചതിന് ശേഷം അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അതിനുശേഷം നമുക്ക് കുറച്ച് അച്ചാറൊക്കെ ഇട്ട് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ടിന്നിനുള്ളിലാക്കി കുറച്ച് സാധനങ്ങളൊക്കെ ടിന്നിൽ ഇട്ട് വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. ഈ ഒരു ഫ്ലവർ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ പുറത്ത് അത്യാവശ്യം വെയിലുണ്ട്, അതുകൊണ്ട് പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഫ്ലവറൊക്കെ കൂടി ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് ഒരു ഫ്ലവർ വാസ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാമെന്ന് കരുതി. അതിനായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടിഭാഗമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ജൂട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ജൂട്ടിൻ്റെ ഒരു ലേസാണ്. നമുക്ക് സാധാ ജൂട്ടാണെങ്കിൽ ചുറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവർ വാസ് ഉണ്ടാക്കിയിരുന്നത് സാധാരണ ഏത് വീട്ടമ്മമാർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അതുപോലെ ഒരു ചുരിദാർ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തു. നമ്മളത് ചുരിദാറിൻ്റെ മോഡൽ വെച്ച് തന്നെ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അത്യാവശ്യം തയ്ക്കാൻ അറിയാമെങ്കിൽ നമുക്ക് ഇതൊക്കെ സ്വന്തം ചെയ്തെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഒന്ന് മനസ്സ് വെച്ചാൽ ചെയ്യാവുന്ന ചെറിയ ചെറിയ ടൈലറിങ് ഐഡിയാസാണ് ഇതൊക്കെ. കൈ തയ്ക്കാനായിട്ട് തുണി തികയാത്തത് കൊണ്ട് ഞാനതവിടെ മടക്കി വെച്ചു. ഇനിയിപ്പോൾ ഇതാ ഒരു ഗൗൺ ഞാൻ തയ്ച്ചതാണ്. പക്ഷേ അതിൻ്റെ റിബൺ നമുക്ക് പുറത്തേക്ക് വയ്ക്കേണ്ടതിന് പകരം ഉള്ളിലേക്ക് വെച്ച് അത് സ്റ്റിച്ച് ചെയ്തു പോയി. അപ്പോൾ അതൊന്ന് റീസ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതൊന്ന് അഴിച്ച് ശരിയാക്കി എടുക്കുകയാണ്. വളരെ ചെറിയൊരു മിസ്റ്റേക്കാണ്, പക്ഷേ നമുക്കൊരു 8ൻ്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ വെച്ചു. ഏകദേശം ഒരു 3:30-4 മണിയായിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് പോകാമെന്ന് കരുതി. മുസമ്പി ഇതുപോലെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ റൗണ്ടായിട്ട് മുറിച്ച് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് വിതറി ഒന്ന് തേച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. കഴിക്കാത്തവരൊന്ന് കഴിച്ച് നോക്കുക. സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ഗാർഡൻ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. വളരെ കുറച്ച് കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഇനി 1-2 പ്ലാന്റുകളൊക്കെ ഒന്ന് നടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പോട്ട് ചെയ്തെടുത്തു. ഇത്തരം പ്ലാന്റുകളൊക്കെ നടുമ്പോൾ മണൽ കൂടിയ മണ്ണ് വെച്ച് നടുകയാണെങ്കിൽ പെട്ടെന്ന് അതിൽ ഷോട്ടുകൾ ഉണ്ടായി കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നട്ടതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ എല്ലാ ചെടികളുടെ അടുത്തോടെയൊക്കെ ഒന്ന് പോയി എല്ലാം ഒന്ന് നോക്കി. നമുക്ക് നനവുള്ളതും നനവില്ലാത്തതും ഒക്കെ അറിയണമല്ലോ. ഈ അസൈലി ഞാൻ നട്ട് മടുത്ത ഒരു പ്ലാന്റാണ് കേട്ടോ. എന്തായാലും ഞാൻ തോൽക്കാൻ തയ്യാറല്ല. വീണ്ടും ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, അതും ഒന്ന് നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇതാ നല്ല ചേന പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയും ഉണ്ട്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ സാഹചര്യം ഉള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊന്ന് കഴിച്ച് നോക്കിക്കോളൂ കേട്ടോ. വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം.